ലോക ഭൂപടത്തിൽ ഇന്ന് ചോര വീഴാത്ത ഇടമില്ലാതെ ആയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പശ്ചിമേഷ്യ മുതൽ കിഴക്കൻ യൂറോപ്പ് വരെ ഒരു വൻ യുദ്ധത്തിന്റെ പുകപടലങ്ങൾ ഉയരുകയാണ്. ഇതിനിടയിലാണ് ഇറാന്റെ കരുത്തനായ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടു എന്ന വാർത്ത ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു യുദ്ധമുണ്ടായത്? ഇതിന്റെ വേരുകൾ എവിടെയാണ്? ലോകശക്തികൾക്കിടയിൽ സമാധാനത്തിന്റെ ദൂതനായി മാറുന്ന ഇന്ത്യയുടെയും നരേന്ദ്രമോദിയുടെയും തന്ത്രങ്ങൾ എന്താണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഈ യുദ്ധം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1979 വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ഭരണം മത നേതാക്കളുടെ കൈകളിലായതോടെ പാശ്ചാത്യ രാജ്യങ്ങളുമായി അവർ അകന്നു. ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാത്ത ഇറാന്റെ നിലപാട് മേഖലയിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അമേരിക്കയും ഇസ്രായേലും അതിനെ പ്രതിരോധിച്ചു. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ എല്ലാ സൈനിക നീക്കങ്ങളുടെയും തലച്ചോറ് അവരുടെ പരമോന്നത നേതാവായിരുന്നു. അദ്ദേഹത്തെ വധിക്കുക വഴി ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെയും ആത്മവീര്യത്തെയും തകർക്കാമെന്ന് ഇസ്രായേലും US-ഉം വിശ്വസിച്ചു പോന്നു. ഈ യുദ്ധം കേവലം 3 രാജ്യങ്ങൾ തമ്മിലല്ല, ലോകം ഇന്ന് വീണ്ടും 2 ചേരികളായി തിരിയാൻ കാരണം തന്നെ ഈ ഒരു യുദ്ധമാണ്. ഒരു വശത്ത് അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ മറുവശത്ത് റഷ്യ, ഇറാൻ, അവരുടെ സായുധ ഗ്രൂപ്പുകൾ. ഈ സാഹചര്യത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം കൂടി സജീവമായി നിൽക്കുന്നത് മറ്റൊരു ലോക യുദ്ധം അല്ലെങ്കിൽ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ചിന്ത പലരുടെയും മനസ്സിൽ ഉടലെടുത്തിരിക്കുകയാണ്. റഷ്യക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നത് ഇറാനാണെന്ന ആക്ഷേപം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് ഇറാന്റെ തകർച്ച റഷ്യയുടെയും തകർച്ചയായിരിക്കുമെന്നാണ് പാശ്ചാത്യ ലോകം വിശ്വസിക്കുന്നത്. ലോകം മുഴുവൻ ആയുധങ്ങൾ കൊണ്ട് മറുപടി നൽകുമ്പോൾ ഇന്ത്യ സംസാരിക്കുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. യുദ്ധമല്ല പരിഹാരം, ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ പോലും മുഴങ്ങി കേൾക്കുകയാണ്. ഇന്ത്യയുടെ നിലപാട് കൃത്യമാണ്. ചർച്ചകൾ കൊണ്ട് മാത്രമേ സമാധാനം കൊണ്ടുവരാനാകൂ. ഇറാനുമായും ഇസ്രായേലുമായും ഒരേപോലെ നല്ല ബന്ധം പുലർത്തുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ നമ്മുടെ ഇന്ത്യക്ക് കഴിയും. ലോകത്തെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായ ഇന്ത്യക്ക് സമാധാനം അത്യാവശ്യമാണ്. എണ്ണവില വർദ്ധിക്കുന്നത് തടയാനും പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാനും നമ്മുടെ മോദി സർക്കാർ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഈ വലിയ നേതാക്കളുടെ യുദ്ധത്തിൽ എപ്പോഴും ബലിയാടാകുന്നത് സാധാരണ ജനങ്ങളാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ. എയർപോർട്ടുകൾ അടയ്ക്കുന്നതും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും പ്രവാസികളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുമെന്നത് എടുത്തു തന്നെ പറയണം. നമ്മുടെ ഇന്ത്യയുടെ ഇടപെടൽ ഈ പ്രവാസികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്നതും എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ്.